ജൂലൈ 11 മാർപ്പാപ്പയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാളാണ് സാർവത്രിക സഭ ഇന്ന് ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധ ബെനഡിക്റ്റ് കത്തോലിക്ക സഭയിൽ തന്നെ ഉള്ള ഒരു അത്ഭുത പ്രതിഭാസം എന്ന രീതിയിൽ നോക്കിക്കാണാനാണ് എൻ്റെ ഉള്ള് എന്നെ ഇവിടെ മന്ത്രിക്കുന്നത്. കാരണം ഉത്തമ ബോധ്യങ്ങളും ആ ബോധ്യങ്ങളിൽ അടിയുറച്ചുകൊണ്ടുള്ള ജീവിത നിശ്ചയദാർഢ്യവും ജീവിതത്തിൽ ഉടനീളം പ്രാവർത്തികമാക്കുകയും അതിൻ്റേതായിട്ടുള്ള വിജയങ്ങൾ ആസ്വദിക്കുകയും ചെയ്ത, വിളവുകൾ കൊയ്യുകയും ചെയ്ത ഒരു വലിയ വ്യക്തിയാണ് ബെനഡിക്റ്റ്. അദ്ദേഹം ജനിച്ചത് 5-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ ഇറ്റലിയിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 480. അന്ന് ലഭ്യമാകാവുമായിരുന്ന വിദ്യാഭ്യാസം ബാല്യകൗമാരത്തിലൊക്കെ അദ്ദേഹത്തിനായി നൽകപ്പെട്ടു. യൗവനത്തിലേക്ക് എത്തിയപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നിർവഹിക്കുന്നതിനു വേണ്ടി അദ്ദേഹം അയക്കപ്പെടുകയാണ് ഉണ്ടായത്. അവിടെ ചെന്നപ്പോൾ തൻ്റെ സഹപാഠികളുടെ ധൂർത്തും എല്ലാ തരത്തിലും കുത്തഴിഞ്ഞ ജീവിത ശൈലിയും കണ്ട് യഥാർത്ഥത്തിൽ മനസ്സ് മടുപ്പ് എന്ന രീതിയിലാണ് ബെനഡിക്റ്റിന് അനുഭവപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചിന്തയിലാണ്ടു. ആ ചിന്തയിൽ നിന്ന് സുരുക്കൂട്ടിയ ചില തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആരും അറിയാതെ ഇറ്റലിയിൽ തന്നെയുള്ള ഒരു മലമ്പ്രദേശത്തേക്ക് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. അവിടെ ഒരു ഗുഹ അദ്ദേഹം കണ്ടെത്തുകയും ആ ഗുഹയിൽ അദ്ദേഹം താമസമുറപ്പിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാണാനില്ല എന്ന് എല്ലാവരും പരതി നടക്കുമ്പോഴും അദ്ദേഹം എവിടെയാണ് എന്നറിയാവുന്നത് ഒരു വ്യക്തിക്ക് മാത്രമേ അന്ന് അറിവുണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സഹപാഠിയും സുഹൃത്തുമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനോട് ചട്ടം കെട്ടിയിരുന്നു, പുറം ലോകം ഒരു തരത്തിലും ബെനഡിക്റ്റ് എവിടെയാണ് എന്ന് അറിയാനിടവരുത്തരുത് എന്ന ഒരു വ്യവസ്ഥയും വെച്ചു. ആ മലമ്പ്രദേശത്തുള്ള ഗുഹയിൽ അദ്ദേഹം ഏകദേശം 3 വർഷത്തോളം കഴിഞ്ഞുകൂടി. ജീവൻ നിലനിർത്താനുതകുന്ന ആവശ്യമായിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റ് അനുപേക്ഷണീയമായ സാമഗ്രികളും ഈ സ്നേഹിതൻ അദ്ദേഹത്തിന് രഹസ്യമായി തന്നെ എത്തിച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അവിടെ പ്രാർത്ഥനാ നിർഭരമായൊരു ജീവിതവും ചെറിയ ചെറിയ കൈത്തൊഴിലുകളും ചെയ്ത് പഠനത്തിൽ വ്യാപൃതനായി അങ്ങനെ ചിന്താമുക്തനായിട്ട് ജീവിതം കഴിച്ചു. ആ ചിന്തയുടെ ഫലമായി യേശുവിനെ കൂടുതൽ അടുത്തറിയുന്നതിനും ആ അറിവ് യഥാർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്തുന്നതിനും ഉള്ള ഒരു അവസരമാക്കിയിട്ട് ബെനഡിക്റ്റ് മാറ്റി. ആ ഉള്ളിലുള്ള ആ നന്മ സ്വാഭാവികമായിട്ട് പുറത്തു വരാൻ ഇടവരികയാണ്. ഏതോ സംഗതിവശാല് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബെനഡിക്റ്റ് ഇങ്ങനൊരു ഗുഹയിൽ താമസം തുടങ്ങിയിട്ടുണ്ടെന്ന് പുറം ലോകം അറിയാനിടവരുന്നു. അതിനോടകം തന്നെ ഇറ്റലിയിലുള്ള കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന പല യുവാക്കന്മാരും ഇദ്ദേഹത്തിന്റെ നിഷ്ഠയും ചിട്ടയോടും കൂടിയുള്ള ജീവിതവും ബോധ്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള നിശ്ചയദാർഢ്യവും കണ്ട് ആകൃഷ്ടരായി അദ്ദേഹത്തിന്റെ കൂടെ താപസ ജീവിതത്തിനു വേണ്ടി അണയുകയാണ് ഉണ്ടാകുന്നത്. അങ്ങനെ അത് 10-12 പേരുടെ ഒരു കൂട്ടായ്മയായിട്ട് രൂപപ്പെടുകയാണ്. സന്യാസത്തിന്റെ ആദ്യ രൂപമായിരുന്നു അത്. പാശ്ചാത്യ സന്യാസത്തിന്റെ ആദ്യ രൂപം. ഈ ആദ്യ രൂപം തന്നെയാണ് ആദർശ രൂപമായിട്ടും പിന്നീട് മാറിയത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെയും ജീവിത ലാളിത്യത്തിന്റെയും യേശുവിനെ സാംശീകരിച്ചിട്ടുള്ള ജീവിത ശൈലിയുടെയും ബാഹ്യസ്ഫുരണ എന്ന നിലയിൽ അനേകം യുവജനങ്ങൾ ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ ആ കൂട്ടായ്മയിൽ പങ്കുപറ്റാൻ ഇടവരികയാണ്. അദ്ദേഹത്തിന്റെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായി അന്ന് ഇറ്റലിയിൽ 12 സന്യാസ ഭവനങ്ങൾ ഉയർന്നുവരികയാണ്. ഓരോ സന്യാസ ഭവനത്തിലും തനതായ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഓരോ കൂട്ടായ്മകളായിട്ട് ഇദ്ദേഹം ഇതിന്റെ എല്ലാറ്റിന്റെയും ഉത്തരവാദിത്വപൂർണമായിട്ടുള്ള നേതൃത്വത്തിൽ ഇരിക്കുക. അത് മോണ്ടെ കസീനോ എന്ന് പറയുന്ന ആത്മീയമായിട്ട് വളരെ ചിരപുരാതനമായിട്ടുള്ള
ആ സ്ഥലത്തുള്ള ആശ്രമത്തിലായിരുന്നു ബെനഡിക്റ്റ് അന്ന് ജീവിക്കാനിട വന്നത്. അവിടെ വെച്ചാണ് പാശ്ചാത്യ ലോകത്തിന്റെ സന്യാസവൃത്തിക്കുള്ള നിയമാവലി എഴുതിയുണ്ടാക്കുന്നത് ബെനഡിക്റ്റ്. ആ നിയമാവലിയിൽ അവശ്യം ഉൾക്കൊള്ളിച്ച കാര്യങ്ങൾ ഇവയായിരുന്നു. സന്യാസികളെല്ലാം തന്നെ ഒരു വ്രതമായിട്ട് ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം എന്ന 3 സുവിശേഷ ഉപദേശങ്ങൾ ജീവിതത്തിൽ വ്രതമായിട്ട് സ്വീകരിക്കണമെന്നുള്ളതായിരുന്നു അതിന്റെ ഒരു നിയമ വ്യവസ്ഥ. അതിനും പുറമെ ജീവിതശൈലി എന്ന രീതിയിൽ പ്രാർത്ഥന, പഠനം, കൈത്തൊഴിൽ, സമൂഹ ജീവിതം, ഈ 4 കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ജീവിതശൈലിക്കാണ് ബെനഡിക്റ്റ് അന്ന് രൂപം കൊടുത്തത്. വലിയ തരത്തിലുള്ള ഒരു പ്രതികരണമാണ് യുവജനങ്ങളിൽ അത് സൃഷ്ടിക്കാനിടവന്നത്. ധാരാളം പേർ ഇതൊരു വെല്ലുവിളി എന്ന രീതിയിൽ നോക്കിക്കാണുകയും ആ ജീവിതം ആശ്ലേഷിക്കുകയും ഇടവന്നതാണ് ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ അതിനിടയിൽ തന്നെ യഥാർത്ഥത്തിൽ ഉള്ള ഉൾവിളിയുടെ അഭാവത്താൽ ഈ കൂട്ടായ്മയിലേക്ക് കടന്നുവന്ന ചില വ്യക്തികളിൽ പൊങ്ങിവന്ന ചില എതിരഭിപ്രായങ്ങളും സമൂഹത്തിൽ ഉണ്ടായി. അവർക്ക് ഇദ്ദേഹത്തിന്റെ നിയമങ്ങളും വ്യവസ്ഥകളും ജീവിതശൈലിയും സഹിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് അവരുടെ മനസ്സിൽ അവരുടെ പൊതുശ്രേഷ്ഠൻ എന്ന നിലയിലുള്ള ഈ ബെനഡിക്റ്റിനെ കഥ കഴിക്കാൻ തന്നെ ഒരു തീരുമാനത്തിലെത്തുകയാണ് അവർ ചെയ്തത്. ഒരു ദിവസം അതിനായി അദ്ദേഹത്തിന്റെ ഭക്ഷണം ഒരുക്കിയിരിക്കുന്ന പാത്രത്തിൽ വിഷം കലർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഭക്ഷണശാലയിൽ ഭക്ഷണം വെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇതറിയുന്നില്ല. സമൂഹ ജീവിതം ആയതുകൊണ്ട് എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണത്തിന് ഊട്ടുമുറിയിൽ വരിക. അങ്ങനെ ഊട്ടുമുറിയിൽ വന്ന് ഭക്ഷണം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു പൊതുപ്രാർത്ഥനയുണ്ട്. പൊതുശ്രേഷ്ഠനായിട്ടുള്ള ബെനഡിക്റ്റ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നു. പ്രാർത്ഥനയുടെ അവസാനം എന്ന രീതിയിൽ ഭക്ഷണ പദാർത്ഥങ്ങളെ ആശീർവദിക്കുകയാണ് ബെനഡിക്റ്റ്. ഈ ആശീർവാദത്തിന്റെ സമയത്ത് വിഷം കലർത്തി വെച്ചിരിക്കുന്ന, അദ്ദേഹത്തിന് ഭക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ആ പാത്രം പെട്ടെന്ന് പൊട്ടിച്ചിതറുകയാണ് അവിടെ വെച്ച്. അങ്ങനെ ആ ഭക്ഷണ സാധനങ്ങളെല്ലാം താഴെ പോകുന്നു. അദ്ദേഹത്തിന് അത് ഭക്ഷിക്കാതെ ഇടവരുത്തുന്ന ഒരു അത്ഭുതം എന്ന രീതിയിലെ ആണ് പിന്നീടുള്ള ആളുകൾ അതിനെ നോക്കിക്കാണാൻ ഇടവന്നത്. ഒന്നും സംഭവിക്കാത്ത പോലെ അദ്ദേഹം ജീവിതത്തിൽ മുന്നോട്ട് പോയി. യഥാർത്ഥത്തിൽ നന്മ ചെയ്യുമ്പോൾ അതോടുകൂടി തന്നെ തിന്മയുടെ അരൂപിയും ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ബെനഡിക്റ്റിന്റെ ജീവിതം. അദ്ദേഹം യഥാർത്ഥത്തിൽ യുവജനങ്ങൾക്ക് അവരുടെ മാനസികവും ധാർമ്മികവും ആധ്യാത്മികവും ബൗദ്ധികവുമായിട്ടുള്ള ഉന്നമനത്തിന് നല്ല വിദ്യാഭ്യാസം വളരെയേറെ ഉതകുമെന്ന് കണ്ടതിന്റെ ഫലമായിട്ട് ഇറ്റലിയിൽ ഒരുപാട് വിദ്യാലയങ്ങൾ ബെനഡിക്റ്റ് ആരംഭിക്കുകയുണ്ടായി. അദ്ദേഹം ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ ആ തീഷ്ണതയിൽ എന്ന് വേണമെങ്കിൽ പറയാം, അദ്ദേഹം ആരംഭിച്ച വിദ്യാലയങ്ങളൊക്കെ മറ്റുള്ളവർക്ക് അസൂയ ജനിപ്പിക്കാവുന്ന രീതിയിലുള്ള വിധത്തിലായിരുന്നു അതിന്റെ വിജയങ്ങൾ. അത് വളർന്ന് വികസിച്ച് വലിയ വലിയ വിദ്യാലയ കേന്ദ്രങ്ങളായിട്ട് തീർന്നു. അങ്ങനെ അദ്ദേഹം മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം തന്നെ വലിയൊരു സാമൂഹിക വിപ്ലവകാരിയും നവോത്ഥാന നായകൻ എന്ന നിലയിലും ഇറ്റലിയിലെ മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ബെനഡിക്റ്റ് ആയിത്തീർന്നത്. ബെനഡിക്റ്റ് സഭ, കത്തോലിക്ക സഭയിലെ ഇന്ന് ശക്തി കേന്ദ്രം എന്ന രീതിയിൽ അറിയപ്പെടുന്ന ആധ്യാത്മിക ഊർജം പ്രദാനം ചെയ്യുന്ന കൂട്ടായ്മയിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സ്ഥാനമാണ് ബെനഡിക്റ്റ് സ്ഥാപിച്ച ആ സന്യാസ സഭയ്ക്ക് ഇന്നും കത്തോലിക്ക സഭയിലുള്ളത്. ചരിത്രത്തിൽ നിന്ന് ലഭ്യമായ അറിവനുസരിച്ച് പറഞ്ഞാൽ ഇതിനോടകം 24 മാർപ്പാപ്പന്മാര് ഈ ബെനഡിക്റ്റൻ സഭാംഗങ്ങളാണ്. 4600ഓളം മെത്രാന്മാരെ ജനിപ്പിക്കാൻ ഈ സഭയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്നോളം 5000-ലധികം പേരെ വിശുദ്ധരായിട്ട് നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ള വ്യക്തികൾ ഈ സന്യാസ സഭയുടെ സംഭാവനയാണ് എന്ന് നാം ഓർക്കുമ്പോൾ എന്തുമാത്രം സ്വാധീനം ഇന്നും ആ സന്യാസ സഭ
കത്തോലിക്ക സഭയിലും ജനഹൃദയങ്ങളിലും ചെലുത്താൻ ഇടവരുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ഇവിടെ ഒരു സത്യം നമ്മൾ ഗ്രഹിച്ചെടുക്കേണ്ടത്, ഒരു വലിയ വെല്ലുവിളി എന്ന രീതിയിൽ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിന്റെ പൊതുവായിട്ടുള്ള ഒരു വെല്ലുവിളി എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ജീവിതത്തെ നോക്കിക്കണ്ടത്. അതിൽ അദ്ദേഹം 100% വിജയിച്ചു. ആ വെല്ലുവിളി തന്നെയാണ് ഇന്നും ലോകം ഉറ്റുനോക്കുന്നത്. ഇന്നത്തെ സന്യാസികൾ, ഈ സന്യാസ ജീവിതം ലോകത്തിന്റെ മുമ്പിലെ ഒരു വെല്ലുവിളിയായിട്ട്, ആ വെല്ലുവിളി ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടി അനുഷ്ഠിക്കുന്ന വ്യക്തികളാണ് സന്യാസികൾ എന്ന രീതിയിൽ നമുക്ക് നമ്മെ തന്നെ പ്രദർശിപ്പിക്കാൻ, നമുക്ക് നമ്മെ തന്നെ പ്രദാനം ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ സംഭാവന. പണ്ട് സന്യാസികൾക്ക് അവരുടേതായിട്ടുള്ള ഓരോ പ്രേക്ഷിത വേല എന്ന രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസമാകാം, ആതുര സേവനമാകാം, സാമൂഹിക രംഗങ്ങളാകാം. എന്നാൽ വിദ്യാഭ്യാസത്തിനും ആതുര സേവന രംഗത്തും സാമൂഹിക പ്രവർത്തനങ്ങൾക്കും ഇന്ന് ധാരാളം ഏജൻസികൾ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സന്യാസികളുടെ പ്രസക്തി അപ്പോ ഈ പ്രവർത്തനത്തിൽ നിന്ന് മാറി ദൈവത്തെ കാണുകയും ദൈവത്തെ ലോകത്തിന്റെ മുമ്പിൽ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന യേശുവിന്റെ ലാളിത്യവും മൂല്യവും ലോകത്തിന്റെ മുമ്പിൽ പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന സുതാര്യതയുള്ള, ആത്മാർത്ഥതയുള്ള, വിശ്വസ്തതയുള്ള വ്യക്തികളായിട്ട് നമ്മൾ തീരാനിടവരിക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിന്റെ സന്യാസ വെല്ലുവിളിയായിട്ട് നാം സ്വീകരിക്കേണ്ടത്. ഈ വെല്ലുവിളിയാണ് സന്യാസം ഇന്ന് കൂടുതൽ പ്രസക്തമാക്കി തീർക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ നമ്മളെ തുറിച്ചു നോക്കുന്ന ഒരു വെല്ലുവിളിയായിട്ട് നമുക്ക് കാണാൻ ഇടവരട്ടെ എന്ന ആശംസയോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് ഈ വലിയ വിശുദ്ധൻ നൽകുന്ന ഈ വലിയ ഒരു ഉത്തേജനം നമുക്ക് സ്വീകരിക്കാൻ ശ്രമിക്കാം.